എല്ലാവർക്കും നമസ്കാരം. പൂക്കളെ പ്രണയിക്കാത്തവർ ആരുണ്ട്? ഈ വേനൽക്കാലത്ത് കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർ നൽകുന്ന ഒരു വർണ്ണവിസ്മയമാണ് പൂക്കൾ. ഞാൻ ആഷ്ലി വർഗീസ്, വെൽവിൻ റെക്കോർഡ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശ്രീ ഷൈനു മടത്തിങ്കൽ. തിരുവല്ലയിൽ ഇരുവേരൂർ എന്ന സ്ഥലത്താണ് ഞങ്ങളുള്ളത്. ഞങ്ങളുടെ നാട്ടിൽ കടലാസ് പൂക്കളുടെ തോഴൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ബൊഗെയിൻവില്ല ചെടികളുടെ ഒരു വലിയ കളക്ഷൻ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. വരൂ, നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം സാർ. നമസ്കാരം. സ്വാഗതം. ആദ്യമേ ചോദിച്ചോളട്ടെ, ഈ ലാറ്റിൻ അമേരിക്കൻ സുന്ദരികളുമായി പ്രണയം മുട്ടിട്ട് എത്ര കാലമായി? ഇത് 3 വർഷത്തോളമായി. ഒരു തൈ കൊണ്ടെന്ന് കഴിഞ്ഞാൽ പൂ കണ്ടു കഴിയുമ്പോൾ പിന്നെയും കളക്ഷൻ എന്നോട് താല്പര്യം വരും. അങ്ങനെ ഇപ്പോൾ ഒരു 250-300 തൈകളോ ഉണ്ട്. ആഹാ. ഞാൻ പല വെറൈറ്റിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്, നാടൻ, ഹൈബ്രിഡ്, അങ്ങനെ എത്ര തരം ചെടികളാണ് സാറിനുള്ളത്? എൻ്റെ ഒരു 10-40 വെറൈറ്റികളുണ്ട്. അതിൻ്റെ തന്നെ പല ചട്ടികളുണ്ട്, പീസുകളുണ്ട്. ഇതിൻ്റെ തന്നെ ഒരു വെറൈറ്റി ഉണ്ട്, ഇത് കണ്ടില്ലേ, മഹാറാണി. ഓക്കെ. ഉണ്ട്, പൂവിൻ്റെ പുല്ല് ലീഫ് കുറവാണ്, പൂവാണ്, ഫ്ലവറാണ് കൂടുതൽ. കണ്ടില്ലേ, നല്ല കളറായിട്ടുള്ളത്. മനസ്സിലായി. അങ്ങനെ ഓരോരോ ഇതിന് പൂന വൈറ്റ് എന്ന് പറയും. ഇതിന്റെ പൂ പോയി, ഇനി അടുത്ത പൂ വരണം. ഓക്കെ. ചില്ലി റെഡ്, പ്ലെയിൻ റെഡ്, ചില്ലി യെല്ലോ ഒക്കെ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ടാണ്. ഹൈബ്രിഡാണ്. അതൊന്നും മഴ നനയാൻ പാടില്ല. ഹൈബ്രിഡ് നാടനാതിൽ എത്ര മഴ പെയ്താലും നമുക്ക് കുഴപ്പമില്ല. ഇത് തിമ പിങ്ക്, ഗ്രാഫ്റ്റ് അല്ല, 2 കളറാണ് പൂവ്. അതിന്റെ ലീഫ് പ്രത്യേകത ഉണ്ട്. ലീഫ് കണ്ടോ, ഗ്രീനും യെല്ലോയുമായിട്ട് വ്യത്യാസങ്ങളുണ്ട്. മനസ്സിലായി. പിന്നെ ഇതൊക്കെ നമ്മുടെ നാടൻ വെറൈറ്റികളാണ്. ഇത് നാടനാണ്. നാടനാണ്, പക്ഷെ ഇതിന് നല്ല അടുക്കുകളോടുകൂടി നാടനാണ്. ബൊഗെയിൻവില്ല ചെടികൾ ഉഷ്ണമേഖല സസ്യങ്ങളാണല്ലോ. ഇതിന് വെള്ളം വളരെ കുറച്ച് മതി എന്ന് കേട്ടിട്ടുണ്ട്. ഇതിന്റെ പരിപാലനം വളരെ ബുദ്ധിമുട്ടുള്ളതാണോ? ഇല്ല, ഇതിന്റെ പരിപാലനം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിന് കീടങ്ങളുടെ ശല്യമില്ല. മറ്റു ചെടികളുടെ പോലുള്ള കീടങ്ങളെ, പുഴുക്കളെ, ഈച്ചകൾ, അങ്ങനെ ശല്യങ്ങളൊന്നുമില്ല. ഇതിന് വെള്ളം വളരെ കുറച്ച് മതി. അതായത് ഈ ഒരു ചെടിക്ക് ഇതിപ്പോൾ നമ്മുടെ മണ്ണ് കണ്ടല്ലോ, ഉണങ്ങി. ഇതിപ്പോഴും വെള്ളമുണ്ട്, ഇന്നലെ ഒഴിച്ചാൽ ഇപ്പോഴും വെള്ളമുണ്ട്. ഇന്ന് വേണ്ട, നാളെ ഒഴിച്ചാൽ മതി. നല്ലോണം ഉണങ്ങി ഇതൊരു വാടിയ പരുവം വരും, അന്നേരം മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം ഒഴിക്കുമ്പോൾ ഇതിന്റെ ഇലയിലൊക്കെ പൂവയിൽ വെള്ളം വീണാല് ഈ പൂ പൊഴിഞ്ഞു. അതാണ് അതിന്റെ കുഴപ്പം വരുന്നത്. അല്ലാതെ അത് കഴിയുന്നിടത്തോളം ചുവട്ടിൽ തന്നെ വെള്ളം ഒഴിക്കും. ഞാനത് കേട്ടിട്ടുണ്ട്, ഇതിന്റെ ചുവട്ടിൽ തന്നെ ഒഴിക്കണമെന്ന് പറഞ്ഞു കേട്ടു. ഇതിൽ വെള്ളം ചെന്ന് കഴിഞ്ഞാൽ ഈ പൂ കടലാസ് ചെടിയിൽ നമ്മുടെ ആൾക്കാർ പഴയ പറയുന്നത്, ഇത് നനഞ്ഞ് കടലാസ് നനയുന്ന അലിയുന്ന പോലെ അലിഞ്ഞ് പൊഴിഞ്ഞു. അതാണ് അതിന്റെ കുഴപ്പം വരുന്നത്. വെള്ളം ഒരു കാരണവശാലും ഇതിന് വേണ്ട. വളരെ കുറച്ച് മതി, ശകലം മതി. ഇതിപ്പം ഒന്ന് വാടിക്ക് വെള്ളം ഒരു വാട്ടൽ വരും. ആ വരുന്ന സമയത്ത് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ബൊഗെയിൻവില്ല ചെടികൾ എപ്പോഴാണ് പൂക്കുന്നത്? ഇതിന് പ്രത്യേക എന്തെങ്കിലും സീസൺ ഉണ്ടോ? ഇതിന്റെ സീസൺ പൂക്കുന്ന സമയം എന്ന് പറയുന്നത് നവംബർ മുതലാണ്. അതായത് മഴയൊക്കെ മാറി വെയിൽ, അതായത് ഇതിന് നല്ല സൺലൈറ്റ് ആണ് ആവശ്യം. മനസ്സിലായി. നമ്മൾ വീട്ടിൽ വെച്ചാലും വെയിലുള്ള സ്ഥലത്ത് ഇത് വെക്കണം. വെയിലുള്ള സ്ഥലത്ത് വെച്ചില്ലെങ്കിൽ ഇത് പൂക്കത്തില്ല. അങ്ങനെയാണ്. ചെടി പൂക്കാത്തൊരു മെയിൻ കാരണം നല്ല വെയിൽ കിട്ടാതെയാണ്. ഇതിന് നവംബർ മുതൽ ഒരു മെയ് മാസം വരെ നല്ലവണ്ണം ഫ്ലവർ. മഴയ്ക്ക് മുമ്പ് നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ പൂ കിട്ടത്തില്ല. സർ, ഈ ചെടികൾക്ക് എന്തൊക്കെ വളമാണ് ഇടുന്നത്? എപ്പോഴൊക്കെയാണ് വളമിടേണ്ടതെന്ന് ഗൈഡ് ചെയ്യാമോ? ഒരു പൂ ഇടുന്ന സമയം എന്ന് പറഞ്ഞാൽ നവംബറിന് ശേഷം, ചൂട് സമയത്ത്. ആ സമയത്ത് കൂടുതലും രാസവളങ്ങൾ ഇട്ട് കൊടുക്കുക. രാസവളം, അത് DAP ആണ്, ഡൈഅമോണിയം ഫോസ്ഫേറ്റ് ആണ് ഏറ്റവും നല്ല വളം. അത് ഓരോ സ്പൂൺ വെച്ച്, ഒത്തിരി അധികം ആകല്ല, മണ്ണ് ചൂട് ഇളക്കിക്കൊണ്ട് ഓരോ സ്പൂൺ വെച്ച് അതിന് ചൂട് വിതറി കൊടുക്കുക. കൊടുത്തിട്ട് ആ മണ്ണ് മൂടിക്കൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 15 ദിവസവും കൂടുമ്പോൾ തന്നെ അത് ഇട്ടിട്ട് കൊടുക്കുക, എന്നാലേ ശരിക്കും പൂക്കുന്നുള്ളൂ. അതായത് എല്ലാ 15 ദിവസവും നമുക്ക് ഈ വളം ഇതിൽ ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഒരു പൂവെല്ലാം കഴിഞ്ഞ് മഴയായി, ജൂൺ മാസം ആകുമ്പോഴേ മഴയായി കഴിയുമ്പോഴേ ഇതെല്ലാം വെട്ടി നിർത്തുക, പ്രൂൺ ചെയ്ത് നിർത്തുക. ആ പ്രൂൺ ചെയ്ത ശേഷം ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നീട് 3 മാസം കൂടുമ്പോൾ വീടും കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക. ഏറ്റവും നല്ല വളമാണ്. ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ നല്ല റിസൾട്ട് കിട്ടും കടലപ്പിണ്ണാക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഒരു 3 മാസം കൂടുമ്പോൾ മതി. സാധാരണ തൈകൾ നമ്മൾ ചെടികൾക്കൊക്കെ തണ്ട് വെട്ടി നമുക്ക് തൈകൾ വളർത്തിയെടുക്കാം.
ബൊഗെയിൻവില്ലയ്ക്കും അങ്ങനെ ചെയ്യാറുണ്ടോ? അതേപോലെ തന്നെ ഈ ഹൈബ്രിഡ് ഇനങ്ങൾക്കും അതേ രീതിയിൽ നമുക്ക് തൈകളെ വളർത്താമോ? ഒന്ന് പറഞ്ഞത്. ഹൈബ്രിഡ് ഇനങ്ങളുടെ തണ്ട് വെട്ടിയാലേ പിടിക്കാൻ പാടാണ്. ഓഹോ. പിന്നെ അത് ഞാൻ കഴിഞ്ഞ കൊല്ലം വെച്ച് കുറച്ചൊക്കെ എനിക്ക് പിടിച്ച കമ്പ് വെട്ടിയിട്ട് ചിരട്ട കരിച്ചിട്ട് ആ കരി അരച്ച് അതിനകത്ത് വെള്ളം ചേർത്ത് കുഴമ്പ് ഒരുതിലാക്കി ആ മണ്ണിന്റെ അടിയിൽ പോകുന്ന ഭാഗത്ത് പെരട്ടി അങ്ങനെ വെച്ച് ഞാൻ കുറച്ചൊക്കെ ചെയ്തു. കുറച്ചൊക്കെ എനിക്ക് ആയിരുന്നു. അല്ല നാടൻ കുഴപ്പമില്ല, നാടൻ വെച്ചാൽ കമ്പ് വെച്ചൊക്കെ ഇടും. പക്ഷെ വേറെ ആണ്ട് ജൂൺ മാസം ഈ വെയിലുള്ള സമയത്ത് വെക്കരുത്, വെച്ച ചൂടോട് പിടിക്കത്തില്ല, കമ്പുണങ്ങിപ്പോ. ജൂൺ മാസത്തിന് ശേഷം മഴ സമയത്ത് വെച്ചിട്ട് നല്ല തണല് എവിടെയെങ്കിലും മാറ്റി വെച്ചാൽ അതിന്റെ പ്രയോജനം കിട്ടും. ഓക്കെ, അത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുന്നു. കാരണം പൂക്കൾ വെയിൽ ധാരാളം വേണം. ഇപ്പോഴേ പൂക്കുന്ന സമയം, കമ്പ് പൂക്കുന്ന സമയമല്ല, ജൂൺ മാസത്തിന് ശേഷം. ഞാൻ ജൂൺ മാസത്തിന് ശേഷം ഇതെല്ലാം വെട്ടി എല്ലാം ഒത്തിരി പേര് വന്ന കമ്പൊക്കെ കൊണ്ടുപോകും. സർ, ഒരേ ചെടിയിൽ പല നിറമുള്ള പൂക്കൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഞാൻ ഇവിടെ പലതിലും ശ്രദ്ധിച്ചു. അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചാൽ ഞാനൊരു കഴിഞ്ഞ സീസണിൽ 5-6 ചെയ്തു. പക്ഷേ അതിൽ ഒരെണ്ണം എനിക്ക് പിടിച്ചുള്ളൂ. എല്ലാം പെട്ടെന്നൊന്നും പിടിക്കത്തില്ല ചെയ്ത. ഗ്രാഫ്റ്റ് ചെയ്തതാണ്. ഇത് ഞാൻ 5 കളറുണ്ട്. ഒരേ ചെടിയിൽ 5 കളറുണ്ട്. ഇതിപ്പം കുറച്ച് പൂ പോയി അടുത്ത പൂക്കളൊക്കെ വരുന്നു, കണ്ടില്ലേ? പിങ്ക്, റെഡ്, വൈറ്റ് ഉണ്ട്. ഇത് നല്ല മുട്ട ചെയ്തൊക്കെ നല്ല കമ്പിന്റെ തൊലിപ്പുറം ചെത്തിക്കൊണ്ട് ഗ്രാമം ചെയ്ത് വെക്കട്ടെ കമ്പ്. അതൊരു ആപ്പ് വരും, ഇതിന് വെട്ടി ഇറക്കുക ചെയ്യുന്നത്. അത് ജൂൺ മാസമാണ് വെച്ച് കൂടുതൽ ചെയ്യുന്നത്. തണുപ്പ് ഇതിനൊന്നും ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തണുപ്പത്ത് വെക്കണം. ചൂട് വേണം. ഇപ്പം ചെയ്യുന്ന സമയമൊന്നും അല്ല. പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. ഞാൻ 5-6 ചെയ്തിട്ട് എനിക്ക് എൻ്റെ ഒരെണ്ണം പിടിച്ചുള്ളൂ. ഇത് കണ്ടില്ല. എന്നിട്ട് പ്ലാസ്റ്റിക് ടേപ്പുണ്ട്, ഗ്രാഫ്റ്റിംഗ് ടേപ്പുണ്ട്. അത് ആമസോണിൽ കിട്ടും ഗ്രാഫ്റ്റിംഗ് ടേപ്പ്. അത് വലിച്ച് കെട്ടി നിർത്തിയേക്കുക. ഇവിടെ ഉള്ളതിൽ ഏറ്റവും വില കൂടിയ ഇനം ബൊഗെയിൻവില്ല ഏതാണ്? ഇതെല്ലാം തന്നെ വില കൂടിയിട്ട് ബൊഗെയിൻവില്ലയുള്ളതായിരിക്കുന്നത്. എല്ലാം വലിയ വലിയ പ്ലാന്റുകളാണ്. ഓക്കെ. ഇത് കണ്ടില്ലേ, സിമാ പിങ്ക്. നല്ല സ്റ്റമ്പാണ്. ആ സ്റ്റമ്പിനാണ് അത് കിളിപ്പ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട്. അതുപോലെ ഇതെല്ലാം നാടൻ വെറൈറ്റികളാണ്. നാടൻ ഇതുകൊണ്ട് വൈറ്റ്. ആദ്യം വൈറ്റ് ആയിട്ട് വരും, പിന്നെ ലാസ്റ്റ് വരുമ്പോൾ ഓഫ് വൈറ്റ് ആകും, പിന്നെ അത് പിങ്ക് ആകും. ലാസ്റ്റ് കളർ വരുമ്പോഴത്തേക്ക് ആ ഒരു പുഷ്പം തന്നെ കളർ മാറിക്കൊണ്ടിരിക്കും. ആദ്യം നല്ല പ്യുവർ വൈറ്റ് ആണ്, അത് കഴിഞ്ഞ് ഓഫ് വൈറ്റ്. ഇപ്പൊ ഓഫ് വൈറ്റ് ആയിരിക്കുന്ന സമയമാണ്. അതെ, ഇനി അത് പിങ്ക് ആയി ലാസ്റ്റ് ചെറിയ പിങ്ക് കളറായിട്ട് വരും. ഇത് റെഡ്. ഇതൊക്കെ നല്ല നല്ല പ്ലാന്റുകളാണ്. ഇതിനൊരു ഒരു പിങ്ക് ഷെയ്ഡും ഉണ്ട്. പിങ്ക് ഷെയ്ഡും ഉണ്ട്. ഇത് കണ്ടോ, ഇത് നല്ല യെല്ലോ ആയിട്ടാണ് വരുന്നത്. നല്ല മഞ്ഞ പൂവായിട്ട് വരും. വെയിലടിക്കും തോറും പൂ നല്ല തെളിഞ്ഞ് വരും. അതാണ് അതിന്റെ ഭംഗി. സാറിന്റെ കളക്ഷനിൽ ഏറ്റവും പോപ്പുലർ ഡിമാൻഡുള്ള ഒരു ചെടി ഏതാണ് സാറിന്റെ കളക്ഷനിൽ നിന്ന്? എന്റെ കളക്ഷനിൽ ഇത് ചിഗറുണ്ട്. കണ്ടില്ലേ, ഇത് വരുന്ന എല്ലാവർക്കും ഇഷ്ടമാണ്. അതിന്റെ കളർ ഉണ്ടല്ലോ, അതിന്റെ കളറും ഉണ്ടായിരിക്കും. വഞ്ചിപ്പോലെ ആ പേര് അതിന് അതുകൊണ്ടാണ്. അല്ല, ഇപ്പൊ വെയിലില്ല, നല്ല വെയിലത്തൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയാണ്. അതുപോലെ ഹിമാ പിങ്ക് ഇരിക്കുന്നു, അങ്ങ് ആഫണ്ട് ഇരിക്കുന്നത്. ഇതൊക്കെ തന്നെ നല്ല പ്ലാന്റുകളാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പാണ്. ചില്ലിയുടെ ഇല. ഇത് ചില്ലി ഓറഞ്ച്. ഇത് പ്ലെയിൻ ബ്രെഡ്. പ്ലെയിൻ ബ്രെഡ് ഒക്കെ ഉണ്ട്. നല്ല നിറം കണ്ടില്ലേ, നല്ല ഡെപ്തുള്ള കളറ്. ഇത് ഹിമാ പിങ്ക്. ഗ്രാഫ്റ്റ് ഒന്നുമല്ല, ഗ്രാഫ്റ്റ് അല്ല എങ്കിലും ഒരേ ചെടിയിൽ പല കളറാണ്. അതിന്റെ തന്നെ വലുതാണ് ഇത്. ഇതും ഹിമാ പിങ്ക് തന്നെയാണ്. ഇത് മുട്ട ആകുന്നേ ഉള്ളൂ, ഫ്ലവർ ആകുന്നേ ഉള്ളൂ. ആഴ്ച 2 ഫ്ലവർ കഴിഞ്ഞ് 3ാമത്തെ ഫ്ലവർ വരുവാ. ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു, ഇതിന്റെ അകത്ത് ഇലയൊക്കെ കൂടുതൽ ഫ്ലവേഴ്സ് ആണ്. അതായത് ഒരു 15-20 ദിവസമേ പൂ നിൽക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ആ പൂ പൊഴിഞ്ഞു പോയിട്ട് പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞാണ് അടുത്ത ഫ്ലവർ വരുന്നത്. അങ്ങനെ അടുത്ത ഫ്ലവർ വരുവാണ്. ചെറിയ പൂക്കൾ. ഇതിലിപ്പോ ഒരു 5-6 ദിവസം മുഴുവൻ നിറയും. ഇതെല്ലാം ഹാങ്ങിങ് ആണ്. കണ്ടോ, വെള്ളം ഒഴിക്കുന്ന സമയം ഒരു വാട്ടൽ കണ്ടോ, ഈ വാട്ടറിൽ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വാടിരിക്കണം. അല്ലാതെ നമ്മൾ ദിവസവും കൊണ്ടുവന്ന് വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ നല്ല മണ്ണ് ഉണങ്ങി അതിൻ്റെ അകത്തിരിക്കുന്നത്. അത് മണ്ണുണ്ടല്ലോ, ഉണങ്ങിയിരിക്കണം. മനസ്സിലായി. നമ്മുടെ നാട്ടിലെ ഒരു ചിട്ടയാണ് എല്ലാ ദിവസവും വൈകുന്നേരം ഒഴിക്കുക. ചെടിക്ക് ആവശ്യമുണ്ടോ നോക്കുന്നില്ല, ഞങ്ങൾ ഒഴിക്കും. ഇപ്പൊ ഇന്ന് ഒഴിക്കും. ഇതുമായിട്ട് സന്ധ്യ വാടി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം ഇറങ്ങി പറയട്ടെ, സക്കുറ എന്ന് പറയും. പ്ലാന്റ് അത് നല്ല വൃത്തിയായിട്ട് വളർന്നു വരും. വേറെ ഇല്ലാതെ ഒരു ഇതേ ഉള്ളൂ. ഉണ്ടായിരുന്ന തൈകളെല്ലാം ഉണ്ടല്ലോ, എല്ലാം ഓരോരുത്തർ കൊണ്ടുപോയി.
ഇതെല്ലാം ഇരിക്കുന്നത് നാടൻ വെറൈറ്റിയാണ്. ഇതെല്ലാം ഇതെല്ലാം തൈയാണ് ഒത്തിരി ഉണ്ടായിരുന്നു. എല്ലാം ആൾക്കാർ വന്ന് കൊണ്ടുപോയി. എൻ്റെ എല്ലാം കൂടുതൽ മൺചട്ടിയാണ്, ചെടിച്ചട്ടിയൊന്നും ഇല്ല. മൺചട്ടിയാണ് ഞാൻ കൂടുതൽ ഉപയോഗിച്ചത്. പ്ലാസ്റ്റിക് ചട്ടി അങ്ങനെ വളരെ കുറവേ ഉള്ളൂ. പ്ലാസ്റ്റിക് ചട്ടി കുറച്ച് കഴിയുമ്പോൾ ചൂടടിച്ച് പൊടിഞ്ഞു പോകും. അവിടെ ഞാൻ അതെല്ലാം ഒഴിവാക്കി മൺചട്ടിയാണ്. മൺചട്ടിയാകുമ്പോൾ തട്ട് കിട്ടായിരുന്നാൽ എത്ര വർഷം വേണേലും ഇരുന്നോളൂ. ഞാൻ നേരത്തെ ചോദിക്കണമെന്ന് വിചാരിച്ചൊരു കാര്യം, എത്ര കാലമാണ് ആ ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ച്? അതൊരു 6-8 മാസം അഴിച്ച് കളയാം. പിന്നെ കളയേണ്ട സമയം കഴിഞ്ഞു. സീസൺ കഴിഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് അതൊരു ഹെൽത്തി ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഒരു 2 തൊലിയും തമ്മിൽ ചേർന്ന് പറ്റി കഴിഞ്ഞാൽ പിന്നെ അഴിച്ച് കളയാം. മനസ്സിലായി. താങ്കളുടെ ഈ ഹോബി വളരെ ബിസിനസ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു കാര്യമാണ്. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് താങ്കളിൽ നിന്ന് തൈകൾ വാങ്ങിക്കുവാനോ അങ്ങനെയൊക്കെ സാധിക്കാൻ പറ്റും? ഞാൻ ഒത്തിരി തൈകൾ ഈ പ്രാവശ്യം തന്നെ 300ഓളം തൈകൾ ഞാൻ ആവശ്യക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളും ഇവിടെ അറിയാവുന്ന ആൾക്കാർക്ക് വന്ന് ചോദിക്കും, ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓ, വെരി ഗുഡ്. എങ്കിൽ ഞങ്ങൾ ഷൈൻ ചായൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തീർച്ചയായിട്ടും കൊടുക്കാം. ഞങ്ങളുടെ പ്രേക്ഷകർ വിളിച്ച് തീർച്ചയായിട്ടും തൈകളൊക്കെ വാങ്ങിക്കട്ടെ. ആയിക്കോട്ടെ. ഷൈൻ ചായൻ്റെ ഒരുപാട് കാലത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഈ കാണുന്ന മനോഹരമായ പൂന്തോട്ടം. ഇതിലും മെച്ചപ്പെട്ട രീതിയിൽ നടത്തുവാൻ അദ്ദേഹത്തിന് ദൈവം ഒരവസരം നൽകട്ടെ. ഒപ്പം നമുക്കിത് കാണുവാനും ആസ്വദിക്കുവാനും. വെൽബിൻ റെക്കോർഡ്സിൻ്റെ ഈ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.